നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന സുഖം അതൊന്ന് വേറെ തന്നെയല്ലേ. അച്ഛനും അമ്മയും പിന്നെ സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെയൊക്കെ നിൽക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖമാണ്. ചീമ വരുമ്പോൾ ചീമ വിളിക്കും, ഞാൻ ഇവിടെ ഉണ്ടേ നിങ്ങളിപ്പോൾ വരും എന്ന് ചോദിച്ചിട്ട്. നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മളും വിളിക്കും, ചീമ നമ്മളിവിടെ ഉണ്ടേ നീ എപ്പോൾ വരും. എല്ലാവരും കൂടെ വേണം കേട്ടോ, എങ്കിലേ ഒരു രസമുള്ളൂ. സത്യം പറഞ്ഞാൽ എന്നും എപ്പോഴും ഇവിടെ തന്നെ അങ്ങനെ നിൽക്കണം എന്നാണ് ഒരാഗ്രഹം. പക്ഷേ ഫാമിലിയൊക്കെ ആയാൽ പിന്നെ അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്ന് എപ്പോഴും നിൽക്കൽ നടക്കത്തില്ലല്ലോ. ഇതിപ്പോൾ പല്ല് വയ്യാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ, കുറച്ച് ദിവസത്തേക്ക് ഇനി നിൽക്കാം. പിന്നെ അവിടെ കിച്ചൺ റിനോവേഷനും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം അത് കഴിയുന്നത് വരെ എന്തായാലും അങ്ങോട്ടേക്കൊരു പോക്ക് ഇനി നോക്കേ വേണ്ട. നമ്മളാണെങ്കിൽ എന്തേലും കാര്യം കിട്ടാൻ നോക്കി നിൽക്കിങ്ങ് ചാടാനായിട്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതെ എപ്പോൾ ഇവിടെ വരണമെന്ന് തോന്നിയാലും അങ്ങ് ചാടി, തോന്നിയാലും അല്ല അവസരങ്ങൾ കിട്ടുമ്പോൾ ചാടും, പിന്നെ തോന്നിയാലും ചാടും കേട്ടോ. പിന്നെ ഏട്ടനും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, നീ പോണ്ട വേണ്ട അങ്ങനെയൊന്നുമില്ല. പക്ഷേങ്കിലും എൻ്റെ വീട്ടുകാരായിട്ട് സഹകരിക്കാനും അവിടെ വരാനും കയറാനും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ ആൾക്കൊരു മടിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ അതൊന്നും കാര്യമാക്കില്ല, നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നില്ലേ അത്ര മാത്രം നോക്കിയാൽ മതി. പിന്നെ തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ നമ്മളതിനെ പ്രശ്നമാക്കിക്കൊണ്ട് നിന്നാൽ ലൈഫ് മുന്നോട്ട് പോകാൻ വലിയ പ്രശ്നമായിരിക്കും. നമുക്കെല്ലാത്തിനുള്ള ഫ്രീഡം ഉണ്ടോ, പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നെഗറ്റീവ് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? പക്ഷേ ഏതെങ്കിലും ഓൺലൈൻ മീഡിയക്കാർ നാളെ ഇതിന് വേറൊരു രീതിയിലായിരിക്കും പുറം ലോകം എത്തിക്കുന്നത്. ഇതിട്ട് കാണാൻ ആൾക്കാർ കുറവുമായിരിക്കും, അതിട്ട് കാണാൻ ആൾക്കാർ കൂടുതലും ആയിരിക്കും കേട്ടോ. അവർക്ക് കണ്ടൻറ്റ് വേണ്ടേ, കണ്ടൻറ്റ് ക്ഷാമം തന്നെയാണ് പ്രശ്നം. പിന്നെ ഞാൻ ഈ ഓൺലൈൻ മീഡിയയുടെ പറയാനൊന്നും പോകാറില്ല കേട്ടോ. ചിലരൊക്കെ കാണുമ്പോൾ ഇതിങ്ങനെ അയച്ചു തരും, അത് കാണുമ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് റീഡ് ചെയ്യാറ് പോലുമില്ല. എന്തോ ആയിക്കോട്ടെ, രക്ഷപ്പെട്ടോട്ടെ.